ലയണൽ മെസ്സിയോടുള്ള അടങ്ങാത്ത ആരാധന കാരണം സ്പാനിഷ് ഭാഷയും പഠിച്ച് ഫുട്ബോൾ ജേർണലിസ്റ്റായ ആളാണ് കണ്ണൂർ സ്വദേശിയായ ജുഷ്ന ഷഹീൻ. കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സിയുടെ സഹതാരമായിരുന്ന പാപ്പു ഗോമസിന്റേതുൾപ്പെടെ അഭിമുഖങ്ങൾ ഇതിനകം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ജുഷ്ന. മെസ്സിയുടെ അഭിമുഖമാണ് ജുഷ്നയുടെ സ്വപ്നം. To all Argentina fans in Kerala, todo quiero que decir que nosotros no somos solo desde Kerala. Nosotros un parte de Argentina también. Nosotros estamos hermanos y hermanas de Argentina y vamos a apoyar a Argentina todo el tiempo y vamos a ganar el Copa Mundial otra vez. സ്പെയിൻ മുൻ നായകൻ ജീസസ് നവാസുമായുള്ള അഭിമുഖം. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ PSG-ക്കെതിരായ മത്സരത്തിന് മുൻപ് കരീം ബെൻസേമയുടെ ഒരു ചോദ്യം പറഞ്ഞു വരുന്നത് കണ്ണൂർ സ്വദേശിയായ ജുഷ്ന ഷഹീനെ കുറിച്ചാണ്. എന്നോടൊപ്പമുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങളൊരു ലോക സ്പോർട്സ് ജേർണലിസ്റ്റായി മാറിയത്? ചെറുപ്പം തൊട്ടേ ഫുട്ബോളിനോടും മെസ്സിനോടും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ആ ഫാദറും ജേർണലിസ്റ്റ് ആയത് കാരണം ജേർണലിസത്തിനോടും ഭയങ്കര ഇഷ്ടം, ആ ഒരു പ്രൊഫഷനോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ മെസ്സിനെ ഇൻ്റർവ്യൂ ചെയ്യണം അല്ലെങ്കിൽ അതുപോലുള്ള പ്ലെയേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അങ്ങനെ എത്തി എന്നുള്ളതാണ്. സ്പാനിഷിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ? അതെ, കറക്റ്റ്. സ്പാനിഷ് പഠിക്കാനുള്ള റീസണും ഇത് തന്നെയാണ്. ലൈക്ക് ചാമ്പ്യൻസ് ലീഗ്, അതേപോലെ തന്നെ ലാലിഗ ഇതൊക്കെ കളിക്കുന്ന റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, ഈ രണ്ട് ക്ലബ്ബുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്ലബ്ബാണ്. അതിൻ്റെ മെയിൻ റീസൺ ലയണൽ മെസ്സിയാണ്. അപ്പോൾ സ്പെയിനിൽ വർക്ക് ചെയ്യണം, സ്പെയിനിലൊരു ജേർണലിസ്റ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ പിന്നെ മെസ്സി സ്പാനിഷ് ആണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ലാംഗ്വേജ് ഇസ് സംതിങ്, ആ ഒരു ആക്സസിബിൾ ആക്കാനുള്ള ഒരു റിക്വയർമെൻറ്റ് അതാണെന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ സ്പാനിഷ് പഠിച്ചു എന്നുള്ളതാണ്. എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഇൻ്റർവ്യൂ ചെയ്യാൻ, ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായി നടക്കുക അല്ലേ? അതെ അതെ, കറക്റ്റ്. എന്തൊക്കെയാണ് ഇപ്പോൾ മെസ്സിയെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റട്ടെ ചോദിക്കാനുള്ളത്? അതിപ്പോൾ ഏത് മൊമെൻറ്റിലാണ് മെസ്സിനെ കാണാൻ പറ്റുക അല്ലെങ്കിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താണോ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതല്ലാണ്ട് പേഴ്സണലായി എനിക്ക് ചോദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ലാറ്റിൻ അമേരിക്കൻ ആക്സെൻറ്റ് തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും സ്പാനിഷ് സംസാരിക്കുന്നത്? 11 വയസ്സ് തൊട്ട് സ്പെയിനിലാണ്, സ്പാനിഷ് ആക്സെൻറ്റിൽ സംസാരിക്കുന്നില്ല. അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ മെസ്സിയോട് പേഴ്സണലായിട്ട് അറിയണം എന്നുള്ള കുറേ ആഗ്രഹങ്ങളുണ്ട്. Hola Leo, ¿por qué no hablas en español castellano y por qué hablas en español argentino? Es muy especial porque tu identidad es una cosa que tú tienes todo el tiempo y me inspira mucho. നമ്മളിപ്പം ബെൻസേമയുടെയും നവാസിൻ്റെയും കാര്യം പറഞ്ഞു. ബാക്കി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ അടുത്തെത്തിയില്ലെങ്കിലും അതിൻ്റെ എവിടെയെങ്കിലും എത്തുമല്ലോ. ഇപ്പോൾ മെസ്സിനെ ഇൻ്റർവ്യൂ ചെയ്തില്ലെങ്കിലും മെസ്സിൻ്റെ കൂടെ കളിച്ച് 2022 വേൾഡ് കപ്പ് വിൻ ചെയ്ത പാപ്പു ഗോമസിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് സംതിങ് അഗെയിൻ മേക്സ് മീ ഹോപ്പ്ഫുൾ ദാറ്റ് സം ഡേ ദെയർ വിൽ ബി സം ഡേ. ഇനി അതിനൊരു പർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഒന്നുമില്ല. അത് 2026 വേണമെന്നില്ല, 2030 വേണമെന്നില്ല. മെസ്സി ഈസ് ഓൾവേസ് മെസ്സിനോ. പാപ്പു ഗോമസിൻ്റെ എവിടെ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ? അത് സെവിയയിൽ പാപ്പു ഗോമസ് കളിക്കുന്ന സമയത്താണ്. 2022 അവരുടെ ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പാനിഷിലായിരുന്നോ? അതെ, അതും സ്പാനിഷിലായിരുന്നു. ബാഴ്സലോണ സെവിയ മാച്ച് സെവിയയുടെ റാമോൺ പിസ്ക്വാൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് ഫാൻസിന് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. സോ ഇറ്റ് വാസ് ഓൺലി ഫോർ ജേർണലിസ്റ്റ്. അപ്പോൾ ആ ഒരു നമ്പർ ഓഫ് ഒരു 100 or 60 to 100 ജേർണലിസ്റ്റിൻ്റെ ഇടയിൽ ആസ് എൻ ഇന്ത്യൻ റെപ്രസെൻറ്റ് ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യം. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് എക്രെഡിറ്റേഷൻ. സെവിയയിൽ എനിക്ക് ആദ്യമായിട്ടുള്ള എക്രെഡിറ്റേഷൻ കിട്ടുമ്പോൾ ഞാൻ 7 months പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ആ സമയത്ത് ഫുൾ സ്റ്റെപ്പ് കയറിയായിരുന്നു മേലെ പോകേണ്ടിണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ എക്രെഡിറ്റേഷൻ എന്നുള്ള രീതിയിലും പിന്നെ ആ ഒരു സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ വയറ്റിലുണ്ടായിരുന്ന കുട്ടിയാണ് ഇപ്പോൾ അവിടെ നിന്ന് കളിക്കുന്നത്. ഏവാ. ഹോട്ട്സ്റ്റാറിലൊരു ഡോക്യുമെൻ്ററി കൂടെ വന്നില്ല അടുത്ത്? അതെ, ലാൻഡ് ഓഫ് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ആൾക്കാരുടെ ഫാൻഡം, നമ്മൾക്ക് ഫുട്ബോളിനോടുള്ള ഇഷ്ടം, അതിൻ്റെ ഡെപ്ത്ത് അത് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു സ്റ്റോറി എഴുതണം അങ്ങനെ വിചാരിച്ച് അതായിരുന്നു ഇനീഷ്യൽ ഐഡിയ. അങ്ങനെ അത് ഡെവലപ്പായി ഒരു 3 episode ഡോക്യുമെൻ്ററി ആയി. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, എന്തൊക്കെ അർജന്റീന ഫ്ലാഗ് ആണല്ലോ. അതെ, അത് ഫൈനൽ സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. അർജന്റീന ഇത്തവണ കപ്പ് നേടും എന്നെങ്ങനെ നമ്മുടെ സ്പാനിഷ് ഭാഷയിൽ പറയാം? Argentina va a ganar la Copa Mundial de 2026 y también vamos a ganar Argentina. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണോ അത്? അതെ. ക്യാമറമാൻ വേണുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.